Learn Commerce. Please like, share and subscribe. Special type of customers in the last class ആണിത്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് വൺ ട്രസ്റ്റീസ് ആണ്. ഫസ്റ്റ് ട്രസ്റ്റി എന്താണെന്ന് നോക്കാം. എ ട്രസ്റ്റി is a person to whom the management of a property is entrusted by one in trust of the benefit of another. അപ്പോൾ ഒരു പേഴ്സൺ മറ്റൊരാളിൽ ട്രസ്റ്റിൻ്റെ പേരിൽ മീൻസ് വിശ്വാസത്തിൻ്റെ പേരിൽ വേറൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് പ്രോപ്പർട്ടീസിൻ്റെ മാനേജ്മെൻ്റ് എല്ലാം അസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്നത്. അത് ട്രസ്റ്റി എന്ന് പറയുന്നത് ടു ഹൂം ദ മാനേജ്മെൻറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് എൻട്രസ്റ്റഡ് ബൈ അനദർ. ഇപ്പോൾ ഏത് ആളുടെ പേരിലാണോ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് എല്ലാ റൈറ്റ്സും എൻട്രസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് നമ്മൾ വിളിക്കുന്നതാണ് ട്രസ്റ്റി. അപ്പം ഈ ഒരു ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന അയാളുടെ ട്രസ്റ്റി ആവുന്നത് മറ്റൊരാളുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടായിരിക്കും. നെക്സ്റ്റ് സെറ്റ്ലർ ഓർ ഓതർ മീൻസ് എന്താണ്? പേഴ്സൺ ക്രിയേറ്റ്സ് ദ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ആളെ വിളിക്കുന്നതാണ് സെറ്റ്ലർ ഓർ ഓതർ ഓഫ് ദി ട്രസ്റ്റ്. നെക്സ്റ്റ് ബെനിഫിഷ്യറി മീൻസ് എന്താണ്? ദ പേഴ്സൺ ഫോർ ഹൂസ് ബെനിഫിറ്റ് ദ ട്രസ്റ്റ് ഈസ് ഫോംഡ് ഈസ് കോൾഡ് ബെനിഫിഷ്യറി. ആരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ ട്രസ്റ്റ് വന്നിട്ടുള്ളത് അതിനെയാണ് അയാളെയാണ് ബെനിഫിഷ്യറി എന്ന് വിളിക്കുന്നത്. അപ്പം ട്രസ്റ്റ്ഷിപ്പിലെ ഡോക്യുമെന്റ് നമ്മൾ വിളിക്കുന്നതാണ് ട്രസ്റ്റ് ഡീഡ്. ദ ഡോക്യുമെന്റ് ബൈ വിച്ച് ദ ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ് ഈസ് കോൾഡ് ട്രസ്റ്റ് ഡീഡ്. അപ്പോൾ ട്രസ്റ്റീസുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ബാങ്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് ദ ബാങ്ക് ഷുഡ് thoroughly എക്സാമിൻ ദ ട്രസ്റ്റ് ഡീഡ്. ട്രസ്റ്റ് ഡീഡ് മീൻസ് ഡോക്യുമെന്റ്. ട്രസ്റ്റ് ഡീഡിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് ആയിട്ടുള്ള ട്രസ്റ്റ് ഡീഡിനെ കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്യേണ്ടത് ബാങ്കിന്റെ ഡ്യൂട്ടിയാണ്. ടു അസർട്ടൈൻ എന്താണ് nature of the trust, name of the trustee, the powers of trustees and the other terms and conditions. അപ്പോൾ എന്ത് തരത്തിലുള്ള ട്രസ്റ്റ് ആണ്, അതുപോലെ തന്നെ ട്രസ്റ്റിയുടെ പേര് എന്താണ്, ട്രസ്റ്റീസ് ഉണ്ടെങ്കിൽ ഒന്ന് കൂടുതൽ പേരുണ്ട്, ട്രസ്റ്റീസിന്റെ പേര്, അവരുടെ പവേഴ്സ്, ബാക്കിയുള്ള ടേംസ് അറിയാൻ വേണ്ടിയിട്ടാണ് ട്രസ്റ്റ് ഡീഡ് ബാങ്കർ ചെക്ക് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, ഹി ഷുഡ് ഓൾസോ ഗെറ്റ് എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് ദ ട്രസ്റ്റ് ഡീഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. ഫ്യൂച്ചർ റെഫറൻസിന് വേണ്ടിയിട്ട് ട്രസ്റ്റ് ഡീഡിൻ്റെ ഒരു സർട്ടിഫൈഡ് കോപ്പിയും അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്യണം. നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് 2 or more ട്രസ്റ്റീസ്, ഒന്നിൽ കൂടുതൽ ട്രസ്റ്റീസ് ഉണ്ടെങ്കിൽ ദ ബാങ്കർ ഷുഡ് ആസ്ക് ഫോർ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് റിഗാർഡിംഗ് ദ പേഴ്സൺ ആൻഡ് ദ പേഴ്സൺ ഹു ഷാൾ റെസ്പോൺസിബിൾ ടു ഓപ്പൺ ദി ട്രസ്റ്റ് അക്കൗണ്ട്. ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ട്രസ്റ്റീസ് ഉണ്ടെങ്കിൽ ആർക്ക് ഈ അക്കൗണ്ടിനെ ഏതൊക്കെ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഏത് പേഴ്സൺ ആണ് അല്ലെങ്കിൽ ഏത് നമ്പർ ഓഫ് പേഴ്സൺസ് ആവാം, ഒന്നിൽ കൂടുതൽ ആളുകൾക്കും അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ട്രസ്റ്റ് അക്കൗണ്ടിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാണ് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതെന്ന് പറഞ്ഞിരിക്കണം ഒന്നിൽ കൂടുതൽ ട്രസ്റ്റീസ് ഉണ്ടെങ്കിൽ. നെക്സ്റ്റ് വൺ, ഇഫ് വൺ ഓർ മോർ ട്രസ്റ്റീസ് ഡൈസ് ഓർ റിട്ടയർ ദ അതോറിറ്റി ഓഫ് ദ റിമൈനിങ് ട്രസ്റ്റീസ് ഡിപ്പെൻഡ് അപ്പോൺ ദ പ്രൊവിഷൻസ് ഓഫ് ട്രസ്റ്റ് ഡീഡ്. ഇനി ഈ ട്രസ്റ്റീസിൻ്റെ ആരെങ്കിലും, ഒന്നിൽ കൂടുതൽ ട്രസ്റ്റീസ് ഉണ്ട്, അതിൽ ആരെങ്കിലും മരിക്കുകയോ റിട്ടയർ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ റിമൈനിങ് ട്രസ്റ്റീസിൻ്റെ അതോറിറ്റി എന്ന് പറയുന്നത് ട്രസ്റ്റ് ഡീഡിൽ പറയുന്ന പ്രൊവിഷൻസ്, ട്രസ്റ്റ് ഡീഡിൽ എന്താണോ പറയുന്നത് അതിൻ്റെ പ്രൊവിഷൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. വെൻ ഓൾ ദ ട്രസ്റ്റീസ് ആർ ഡൈഡ് ന്യൂ ട്രസ്റ്റീസ് മേ ബി അപ്പോയിൻറ്റഡ് ബൈ ദി കോർട്ട്. ഇനി എല്ലാ ട്രസ്റ്റീസും മരിക്കുവാണെങ്കിൽ പുതിയ ട്രസ്റ്റീനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് കോർട്ടായിരിക്കും. ലാസ്റ്റ് വൺ, the banker should take all possible precautions to protect the interest of beneficiaries. അപ്പോൾ ബാങ്കർ എല്ലാ സമയത്തും ചെയ്യേണ്ടത് ബെനിഫിഷ്യറീസിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബെനിഫിഷ്യറീസിൻ്റെ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള എല്ലാ രീതിയിലുള്ള പ്രിക്കോഷൻസും ബാങ്കർ എടുക്കണം. ഇത്രയാണ് ട്രസ്റ്റീസിനുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ബാങ്കർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണ് ക്ലബ്സ്, അസോസിയേഷൻസ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ്. ക്ലബ്സ്, സൊസൈറ്റീസ്, ചാരിറ്റബിൾ ആൻഡ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലൈബ്രറീസ്, സ്കൂൾ, കോളേജസ്, ഇവരെല്ലാം എന്താണ്? നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് ആണ്. അവരുടെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് അല്ല. ദ എൻഗേജ്ഡ് ഇൻ റെൻഡറിങ് സം സർവീസസ് ടു ദി സൊസൈറ്റി. ചില സർവീസസിന് സൊസൈറ്റിക്ക് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവരുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ബാങ്കർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഫസ്റ്റ് ഇൻകോർപ്പറേറ്റഡ് ബോഡിയാണ് നോക്കണം. മീൻസ് എ സൊസൈറ്റി ഗെറ്റ്സ് ലീഗൽ റെക്കഗ്നേഷൻ ഓൺലി വെൻ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. അപ്പോൾ രജിസ്ട്രേഷൻ നടന്നാൽ മാത്രമേ ഒരു സൊസൈറ്റിക്ക് ഇൻകോർപ്പറേറ്റഡ് ബോഡി ആവാൻ കഴിയുള്ളൂ. അപ്പോൾ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇൻകോർപ്പറേറ്റ് ഉള്ള ഒരു ബോഡിയാണോ ഇത്തരം അസോസിയേഷൻ അല്ലെങ്കിൽ ക്ലബ്സ് എന്നുള്ള കാര്യം ചെക്ക് ചെയ്യേണ്ടത് ബാങ്കറുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ്, റൂൾസ് ആൻഡ് ബൈലോസ് ഓഫ് ദി സൊസൈറ്റി. അവരുടെ മാനേജ്മെൻറ്റിലുള്ള ബൈലോസും അതുപോലെ തന്നെ റൂൾസും എന്തൊക്കെയാണെന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. നെക്സ്റ്റ്, റെസൊല്യൂഷൻ ഓഫ് ദി മാനേജിംഗ് കമ്മിറ്റി. അപ്പോൾ എന്താണ്? ബാങ്കർ ഷുഡ് ഓൾസോ ഗെറ്റ് എ കോപ്പി ഓഫ് ദി റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ദ മാനേജിംഗ് കമ്മിറ്റി അപ്പോയിൻറ്റിംഗ് ദ ബാങ്കർ ആസ് എ ബാങ്കർ ഓഫ് ദി സൊസൈറ്റി. അപ്പം ഈ ഒരു സൊസൈറ്റിയുടെ
പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ സൊസൈറ്റി ബാങ്കറിനെ അവരുടെ സ്വന്തം ബാങ്കറായിട്ട് കാണുകയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ബാങ്കറായി അപ്പോയിൻറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റെസൊല്യൂഷൻ അവരുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ പാസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ആ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ പാസ് ചെയ്തിട്ടുള്ള റെസൊല്യൂഷൻ്റെ കോപ്പി ബാങ്കർ കീപ്പ് ചെയ്യണം. നെക്സ്റ്റ് ബോറോയിങ് പവർ ഓഫ് ദി സൊസൈറ്റി മീൻസ് സൊസൈറ്റിക്കെല്ലാം ഒരു അപ്ലിമിറ്റഡ് ആയിട്ടുള്ള എന്താണ് ബോറോയിങ് ലിമിറ്റ് ഉണ്ടാവും. അപ്പോൾ ബോറോയിങ് ലിമിറ്റ് എന്താണെന്നുള്ള കാര്യം അസർട്ടൈൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ബാങ്കർക്കുണ്ട്. ലാസ്റ്റ് വൺ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ആണ്. ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് എ ബാങ്കർ ടു എൻഷുർ ദാറ്റ് ദ സൊസൈറ്റീസ് ഫണ്ട് ആർ നോട്ട് ട്രാൻസ്ഫർ ടു ദ പ്രൈവറ്റ് അക്കൗണ്ട്സ് ഓഫ് പേഴ്സൺസ് ഹു ആർ ഓതറൈസ്ഡ് ടു ഓപ്പൺ അക്കൗണ്ട്. അപ്പോൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് അതിൻ്റെ മെമ്പേഴ്സാണ്, അവരാണ് അതിൽ ഓതറൈസ് ചെയ്തുള്ള ആളുകൾ. അപ്പം ബാങ്കറുടെ ഉത്തരവാദിത്തമാണ് സൊസൈറ്റിയുടെ ഫണ്ട് ഇവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്കൊന്നും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്രയാണ് ക്ലബ്സ് നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ബാങ്കർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ലുണാറ്റിക്സ്. ഇപ്പോൾ ലുണാറ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? ലുണാറ്റിക് ഇസ് എ പേഴ്സൺ ഹു ലാക്സ് അണ്ടർസ്റ്റാൻഡിങ് പവർ ആൻഡ് റാഷണൽ ജഡ്ജ്മെൻറ്റ്. അപ്പം സ്വയമായിട്ട് റാഷണൽ ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ് പവർ ഇല്ലാത്ത ആളുകളെയാണ് ലുണാറ്റിക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നത് ഇതാണ്: എ പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്, സൗണ്ട് മൈൻഡ് ഇല്ലാത്ത ആൾ ആൻഡ് ഈസ് നോട്ട് കോമ്പിറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു എ വാലിഡ് കോൺട്രാക്ട്. അവരൊരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കോമ്പിറ്റൻസി ഉള്ള ആളുകളല്ല. ബട്ട് ദിസ് ഡിസ്ക്വാളിഫിക്കേഷൻ ഡസ് നോട്ട് അപ്ലൈ ഇൻ ടു ബൈ ഹിം ഡ്യൂറിങ് വെൻ ഹി വാസ് സെയിൻ. അദ്ദേഹം സെയിൻ ആയിരിക്കുന്ന സമയത്ത് മീൻസ് സൗണ്ട് മൈൻഡ് ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തതെങ്കിൽ ഈ ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ വെൻ എ ബാങ്കർ റിസീവ്സ് എ നോട്ടീസ് ഓഫ് കസ്റ്റമേഴ്സ് ലുനാസി ഹി മസ്റ്റ് സ്റ്റോപ്പ് ദ എൻറ്റയർ ഓപ്പറേഷൻസ് ഓഫ് ദി അക്കൗണ്ട് അണ്ടിൽ ദ റിസീപ്റ്റ് ഓഫ് എൻ ഓർഡർ ഓഫ് ദ കോർട്ട് ഫോർ പ്രൂഫ് ഓഫ് ദി കസ്റ്റമേഴ്സ് റിക്കവറി. ഇപ്പോൾ ബാങ്കർക്ക് റിസീവ് ചെയ്യാണ് നോട്ടീസ്, അദ്ദേഹത്തിൻ്റെ ഒരു കസ്റ്റമർ ലുണാറ്റിക് ആണ് അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് നോട്ടീസ് കിട്ടുവാണെങ്കിൽ ബാങ്കറുടെ ഡ്യൂട്ടിയാണ് എല്ലാ ഓപ്പറേഷൻസും അദ്ദേഹത്തിൻ്റെ പേരിലുള്ള എല്ലാ ഓപ്പറേഷൻസും അക്കൗണ്ടിലെ എല്ലാ ഓപ്പറേഷൻസും സ്റ്റോപ്പ് ചെയ്യണം അണ്ടിൽ ദ റെസിപ്റ്റ് ഓഫ് എൻ ഓർഡർ ഓഫ് ദ കോർട്ട് ഓർ പ്രൂഫ് ഓഫ് ദി കസ്റ്റമേഴ്സ് റിക്കവറി. കസ്റ്റമർ ആ ഒരു സ്റ്റേജിൽ നിന്ന് റിക്കവർ ആയി എന്നുള്ള ഒരു നോട്ടീസ് കിട്ടുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പേരിലുള്ള അക്കൗണ്ടിലെ എല്ലാ ട്രാൻസാക്ഷൻസും സ്റ്റോപ്പ് ചെയ്യേണ്ടത് ബാങ്കറുടെ ഡ്യൂട്ടിയാണ്. ദ ബാങ്കർ ക്യാൻ ഓഫ് കോഴ്സ് ഡെബിറ്റ് ദി account of the lunatic person with all checks issued by him before the banker gets the notice of lunacy. ഇനി അദ്ദേഹത്തിന് ബാങ്കർക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയെ പറ്റിയുള്ള നോട്ടീസ് കിട്ടുന്നതിന് മുമ്പ് കിട്ടിയിട്ടുള്ള എല്ലാ ചെക്കുകളെയും ഡെബിറ്റ് ചെയ്യാനുള്ള അധികാരവും ബാങ്കർക്കുണ്ട്. അപ്പം ഈ ഒരു നോട്ടീസ് കിട്ടുന്നത് വരെ എല്ലാം ചെയ്യാം, ട്രാൻസാക്ഷൻ ചെയ്യാം. പക്ഷെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു ട്രാൻസാക്ഷൻസും പ്രൊസീഡ് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, ഒരു പേഴ്സൺ ഇൻസാൻ ആവുന്ന സമയത്ത് ദ കോർട്ട് അപ്പോയിന്റ് എ റിസീവർ ടു ടേക്ക് കെയർ ഓഫ് ഹിസ് പ്രോപ്പർട്ടി. അദ്ദേഹത്തിൻ്റെ പ്രോപ്പർട്ടിയെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസീവറെ കോർട്ട് അപ്പോയിന്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ദ ബാങ്കർ കൻ ഹോണർ ദ ചെക്സ് ഇഷ്യൂഡ് ബൈ സച്ച് റിസീവർ. ബാങ്കർക്ക് അത്തരം റിസീവർ ഇഷ്യൂ ചെയ്യുന്ന ബാങ്കിന് ഹോണർ ചെയ്യാനുള്ള അധികാരമുണ്ട്. അപ്പോൾ ഇത്രയാണ് ലുണാറ്റിക്സുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ബാങ്കർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നെക്സ്റ്റ് വൺ, ഡ്രങ്കാർഡ്സ്. ഡ്രങ്കാർഡ് മീൻസ് എ പേഴ്സൺ who is so intoxicated to be incapable of understanding the nature and the effect of a contract upon his interest. അപ്പോൾ ഡ്രങ്കാർഡ് എന്ന് പറയുന്നതാണ് ഒരാൾ മദ്യപിച്ച് നല്ല രീതിയിൽ മദ്യപിക്കുന്നു, അദ്ദേഹത്തിന് ഇൻകാപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അദ്ദേഹം ആ ടൈമിൽ എൻ്റർ ചെയ്യുന്ന കോൺട്രാക്ട് അദ്ദേഹത്തിൻ്റെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെന്നും ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഉണ്ടാവില്ല. അത്തരം ആളുകളെയാണ് ഡ്രങ്കാർഡ് എന്ന് വിളിക്കുന്നത്. നിയമപരമായിട്ട് എ കോൺട്രാക്ട് എൻറ്റേർഡ് ഇൻ ടു ബൈ എ ഡ്രങ്കൻ പേഴ്സൺ ഈസ് വോയിഡ്. അപ്പോൾ കുടിച്ച് നിൽക്കുന്ന ഒരാൾ, മദ്യപിച്ച് നിൽക്കുന്ന ഒരാളുമായിട്ട് എൻ്റർ ചെയ്യുന്ന കോൺട്രാക്ട് എന്ന് പറയുന്നത് എന്താണ്? ഇൻവാലിഡ് ആണ് അല്ലെങ്കിൽ എന്താണ്? വോയിഡ് ആണെന്ന് പറയാം. അപ്പോൾ ബാങ്ക് ഹാസ് ടു ടേക്ക് ഫോളോയിങ് പ്രിക്കോഷൻസ് ഇൻ കണക്ഷൻ. അപ്പോൾ ഈ ഒരു ഡ്രങ്കൻ പേഴ്സണുമായിട്ടുള്ള കണക്ട് ചെയ്തുകൊണ്ട് ബാങ്കർ എടുക്കേണ്ട പ്രിക്കോഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ ദ ബാങ്കർ നോട്ട് ടു അലൗ എ പേഴ്സൺ ടു ഓപ്പൺ എൻ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് എ പേഴ്സൺ വെൻ ഹി ഈസ് ഫുള്ളി ഡ്രങ്ക്. അപ്പോൾ ഒരാൾ ഫുള്ളായിട്ട് മദ്യപിച്ച് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വരികയാണെങ്കിൽ അത്തരം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ ബാങ്ക് സമ്മതിക്കാതിരിക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ്, ഇഫ് എ കസ്റ്റമർ പ്രസൻസ് എ ചെക്ക് ഓവർ ദ കൗണ്ടർ ഫോർ പേയ്മെൻറ്റ് ഇറ്റ് ഈസ് ടു ബി മെയ്ഡ് ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് എ റെസ്പോൺസിബിൾ പേഴ്സൺ. ഇനി നെക്സ്റ്റ് ഡ്രങ്കൺ പേഴ്സൺ ഒരു ചെക്ക് കൗണ്ടറിൽ പേയ്മെൻറ്റിന് വേണ്ടി തരുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമേ ബാങ്കർ ആ ഒരു ചെക്ക് പ്രോസസ്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ.
Next, special type of customers, executors and administrators. Executors and administrators are persons who are appointed to conduct the affair of a person after his death. ഒരാളുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ എല്ലാ അഫയേഴ്സും കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യുന്ന ആളുകളെയാണ് എക്സിക്യൂട്ടേഴ്സ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് വിളിക്കുന്നത്. ആൻ എക്സിക്യൂട്ടർ ഈസ് അപ്പോയിന്റഡ് ബൈ വിൽ. അപ്പം വില്ല് പ്രകാരമാണ് എക്സിക്യൂട്ടറെ അപ്പോയിന്റ് ചെയ്യുന്നത്. ഹിസ് അതോറിറ്റി ആൻഡ് പവേഴ്സ് ആർ മെൻഷൻഡ് ഇൻ ദ വിൽ ആൻഡ് ഹി ഹാസ് ടു ആക്ട് അക്കോർഡിംഗ്ലി. അദ്ദേഹത്തിൻ്റെ പവേഴ്സും അതോറിറ്റിയും ഒക്കെ ഈ ഒരു വില്ലിൽ പറഞ്ഞിരിക്കും. അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹം ആക്ട് ചെയ്യുന്നത്. അപ്പം എക്സിക്യൂട്ടറുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ബാങ്ക് എടുക്കുന്ന പ്രിക്കോഷൻസ് ആണ്. ഫസ്റ്റ് വൺ, ഓൺ ദ ഡെത്ത് ഓഫ് എ കസ്റ്റമർ ദ ബാങ്കർ ഷുഡ് സ്റ്റോപ്പ് ദ പേയ്മെന്റ് ഓഫ് ഫ്രം ഹിസ് അക്കൗണ്ട്. ഫസ്റ്റ് ചെയ്യേണ്ടത്, ഒരു കസ്റ്റമർ മരിച്ചു എന്ന് പറഞ്ഞാൽ ബാങ്കർ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ള എല്ലാ പേയ്മെൻറ്റിനെയും സ്റ്റോപ്പ് ചെയ്യണം. ദ എക്സിക്യൂട്ടേഴ്സ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അലൗഡ് ടു ഓപ്പറേറ്റ് ദ അക്കൗണ്ട്സ് ഓഫ് ദി ഡിസീസ്ഡ് ഓൺലി ആഫ്റ്റർ പ്രൊഡ്യൂസിങ് ദ ലെറ്റർ ഓഫ് ഓതറൈസേഷൻ. ഇനി അദ്ദേഹത്തിൻ്റെ എക്സിക്യൂട്ടർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർക്ക് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ അദ്ദേഹം ലെറ്റർ ഓഫ് ഓതറൈസേഷൻ, അദ്ദേഹത്തിന് ആ പവർ ഉണ്ടെന്ന് പറയുന്ന ലെറ്റർ ഓഫ് ഓതറൈസേഷൻ പ്രൊഡ്യൂസ് ചെയ്യണം. Next, the banker should protect the money of deceased. The banker should not allow them to transfer money from the estate account to their personal account. അപ്പോൾ ബാങ്കർ അദ്ദേഹത്തിൻ്റെ മരണശേഷം, കസ്റ്റമറിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ മണി പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. ആ ബാങ്കർ ഈ ഒരു എക്സിക്യൂട്ടറുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യാൻ സമ്മതിക്കരുത്, അപ്പോൾ അലൗ ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ് ലാസ്റ്റ് വൺ ആണ്, ദ ബാങ്കർ ഷുഡ് സാങ്ഷൻ എ ലോൺ ഓർ ഓവർ ഡ്രാഫ്റ്റ് ഓൺലി ഓൺ പ്രൊഡക്ഷൻ ഓഫ് ദി പെർമിഷൻ ഓഫ് ദി കോർട്ട്. കോർട്ടിൻ്റെ പെർമിഷൻ ഓർഡർ ഇല്ലാതെ ഒരിക്കലും ബാങ്ക് എക്സിക്യൂട്ടർക്ക് ലോണോ ഓവർ ഡ്രാഫ്റ്റോ ഒന്നും പ്രൊവൈഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ലോൺ അല്ലെങ്കിൽ ഓവർ ഡ്രാഫ്റ്റ് സാങ്ഷൻ ചെയ്യണമെങ്കിൽ പെർമിഷൻ ഓഫ് ദി കോർട്ടിൻ്റെ പെർമിഷൻ ആവശ്യമാണ്. നെക്സ്റ്റ് വൺ, ലോക്കൽ അതോറിറ്റീസ് ആണ്. ലോക്കൽ അതോറിറ്റി മീൻസ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ഒക്കെയാണ്. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിൻ്റെ ലോക്കൽ അതോറിറ്റീസിൻ്റെ പേരിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബാങ്കർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ, ദ ബാങ്കർ ഷുഡ് എക്സാമിൻ ദ സ്റ്റാറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അതോറിറ്റി ഇൻ ഡീറ്റെയിൽസ് ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ദ നാച്ചർ ആൻഡ് പവേഴ്സ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ. ഈ ഓർഗനൈസേഷൻസിൻ്റെ നാച്ചറും പവറും അറിയുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ലോക്കൽ അതോറിറ്റിയുടെ സ്റ്റാറ്റ്യൂട്ടിനെ ചെക്ക് ചെയ്യേണ്ടത് ബാങ്കറുടെ ഉത്തരവാദിത്തമാണ്. Second one, he should ascertain the office bearers of the authority. The account should not open in the name of office bearers. ലോക്കൽ അതോറിറ്റിയുടെ ഓഫീസ് ബിയറേഴ്സ് ആരൊക്കെയാണെന്നുള്ള കാര്യം ആൻസർടെയിൻ ചെയ്യേണ്ടതും അതുപോലെ അവരുടെ പേരിലല്ല അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. അതിന് പകരം എന്താണ്, ബാങ്കർ ഷുഡ് ഓപ്പൺ ദ അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റിയുടെ പേരിലായിരിക്കണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ, ദ ബാങ്കർ ഷുഡ് ഓൾസോ അസർടെയിൻ ദ ഓഫീസ് ബിയറേഴ്സ് ഹു ആർ ഓതറൈസ്ഡ് ടു ഓപ്പറേറ്റ് ദി അക്കൗണ്ട്. നെക്സ്റ്റ്, ഈ ഓഫീസ് ബിയറേഴ്സിൽ ആരൊക്കെയാണ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാൻ ഓതറൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യവും അസർടെയിൻ ചെയ്യേണ്ടത് ബാങ്കറുടെ ഉത്തരവാദിത്തമാണ്. ലാസ്റ്റ് വൺ, ദ ബാങ്കർ ഷുഡ് ഗെറ്റ് എ സർട്ടിഫൈഡ് കോപ്പി ഓഫ് റെസൊല്യൂഷൻ പാസ്ഡ് ബൈ ലോക്കൽ അതോറിറ്റി ഓതറൈസ്ഡ് ദ ഓപ്പണിംഗ് ദി അക്കൗണ്ട്. അപ്പം ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള റെസൊല്യൂഷൻ ലോക്കൽ അതോറിറ്റിയുടെ ബോഡീസിൽ പാസ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ പാസ് ചെയ്തിട്ടുള്ള റെസൊല്യൂഷൻ്റെ കോപ്പിയും വാങ്ങിക്കേണ്ടത് ബാങ്കറുടെ ഡ്യൂട്ടിയാണ്. അപ്പോൾ സർട്ടിഫൈഡ് കോപ്പി ഓഫ് റെസൊല്യൂഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത്രയാണ് ലോക്കൽ അതോറിറ്റിയെ ഡീൽ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ലാസ്റ്റ് വൺ ആണ്, ലാസ്റ്റ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ. ഇല്ലിറ്ററേറ്റ് പേഴ്സൺ മീൻസ് an illiterate person is one who cannot read and write. വായിക്കാനോ എഴുതാനോ അറിയാത്ത ആളുകളെയാണ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺസ് വിളിക്കുന്നത്. an illiterate person is legally capable to enter into a valid contract. അപ്പോൾ ഒരാൾ എഴുത്തും വായനയൊന്നും അറിയില്ലെങ്കിൽ പോലും അദ്ദേഹവുമായിട്ട് ഉണ്ടാക്കുന്ന കോൺട്രാക്ട് എന്ന് പറയുന്നത് വാലിഡ് കോൺട്രാക്റ്റ് ആണ്. ഡ്യൂ ടു certain പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ്, പക്ഷെ അവിടെ എന്തുണ്ട്, ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അവർക്ക് എഴുത്തും വായനയൊന്നും അറിയില്ല. ഇൻ ഡീലിംഗ് വിത്ത് ദം, അവരുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് എന്താണ്, അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് ബാങ്കർക്ക് ഉണ്ടാവും. ഇല്ലിറ്ററേറ്റ് പേഴ്സൺസുമായിട്ട് ഡീൽ ചെയ്യുന്ന സമയത്ത് ബാങ്ക് എടുക്കേണ്ട പ്രിക്കോഷൻസ് ആണ്. ഫസ്റ്റ് ഓർക്കേണ്ട കാര്യമാണ്, ആൻ ഇല്ലിറ്ററേറ്റ് പേഴ്സൺ കനോട്ട് സൈൻ ഹിസ് നെയിം ഇൻ ദി ആപ്ലിക്കേഷൻ ഫോം. ഇല്ലിറ്ററേറ്റ് പേഴ്സണിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ നെയിം അതുപോലത്തെ സൈനൊന്നും ആപ്ലിക്കേഷൻ ഫോമിൽ ഇടാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ തമ്പ് ഇംപ്രഷൻ ആയിരിക്കണം അവിടെ അദ്ദേഹത്തിന് സൈനിന് പകരമായിരിക്കേണ്ടത്. ആൻഡ് ഇറ്റ് ഈസ് ടു ബി വിറ്റ്നസ്ഡ് ബൈ 2 റെസ്പോൺസിബിൾ പേഴ്സൺ. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള 2 റെസ്പോൺസിബിൾ പേഴ്സൻ്റെ വിറ്റ്നസ്സോടെ ആയിരിക്കണം അത് തമ്പ് ഇംപ്രഷൻ ഇട്ടിട്ടുള്ളത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് അഡ്വൈസബിൾ ഫോർ ദി ബാങ്കർ ടു അഫിക്സ് എ ഡ്യൂലി അറ്റസ്റ്റഡ് ഫോട്ടോഗ്രാഫ് ഓൺ ദി ആപ്ലിക്കേഷൻ ഫോം. ഇറ്റ് വിൽ ഹെൽപ്പ് ദ ബാങ്കർ ടു ഐഡൻറ്റിഫൈ ഹിം ഈസിലി. അപ്പോൾ അദ്ദേഹത്തിന് ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോമിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത കാലത്ത് എടുത്തിട്ടുള്ള ഫോട്ടോഗ്രാഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് ചേർക്കണം. അത് നന്നായിരിക്കും. അപ്പോൾ
Last one, an illiterate person is allowed to withdraw money only when he is personally present at the counter and affixing his thumb impression before the banker. അപ്പോൾ ബാങ്കറിൻ്റെ മുമ്പിൽ വന്ന് അദ്ദേഹത്തിൻ്റെ തമ്പ് ഇംപ്രഷൻ ഇട്ടാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയാണ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമേഴ്സ്.